ഞാൻ ജയിജു. ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലൂടെ ഏവർക്കും സ്വാഗതം. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് CCL 2026 മുംബൈ ഹീറോസ് കേരള സ്ട്രൈക്കേഴ്സ് ഈ കളിയുടെ വിവരണമാണ്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനലായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണ് കൂടുതൽ. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ആയിട്ട് അറിയിക്കുക. എന്റെ തെറ്റുകളും ശരികളും എല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം കേരള സ്ട്രൈക്കേഴ്സിന് ടോസ് നേടി കേരള സ്ട്രൈക്കേഴ്സ് മുംബൈ ഹീറോസിനെ ബാറ്റിങ്ങിന് അയക്കുമായിരുന്നു. കേരളത്തിന് വേണ്ടി കളിച്ചത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ, അതുപോലെ തന്നെ അർജുൻ നന്ദകുമാർ, വിവേക് ഗോപൻ, ജീൻപോൾ ലാൽ, മണിക്കുട്ടൻ, ബിനീഷ് കൊടിയേരി, പ്രജോത് കലാപവൻ, മദൻ മോഹൻ, അരുൺ ബിന്നി, ആര്യൻ, സമർത്ത് എന്നിങ്ങനെയായിരുന്നു കേരള സ്ട്രൈക്കേഴ്സിന്റെ ടീം. അത് എ കാറ്റഗറി 7, ബി കാറ്റഗറിയിൽ 4 എന്നുള്ള ഒരു നിയമം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അഖിൽമാരും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ബി കാറ്റഗറിയിൽ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്കൊന്നും കളിക്കാൻ അവസരം കിട്ടാത്തത് എ കാറ്റഗറി ബി കാറ്റഗറി എന്നുള്ള ഉള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് നോക്കാം. മുംബൈ ഹീറോസ് ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 8 വിക്കറ്റിന് 191 റൺസാണ് അവർ സ്കോർ ചെയ്തത്. അവരുടെ ഷാബിർ 23 റൺസ്, സലീം 29 റൺസ്. നമ്മുടെ രാജീവ് പിള്ള, കേരള സ്ട്രൈക്കേഴ്സിന്റെ രാജീവ് പിള്ള മുംബൈ ഹീറോസിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. കൊടും ചതിയല്ലേ. ഫസ്റ്റ് ബോളിൽ റൺഔട്ട് ആക്കി ഡെക്കിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിന്റെ നല്ല ആഘോഷം പിള്ളേർ ആഘോഷിച്ചു വന്നാണ്. പിന്നെ വെറുതെ കളിയാക്കി വിടണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി കളഞ്ഞു. അതേപോലെ ശരത് 38, നവദീപ് 58 എന്നിങ്ങനെയാണ് അവരുടെ മെയിനായിട്ട് സ്കോറർമാരുള്ളത്. നമ്മുടെ ബൗളിംഗിൽ ഉണ്ണിമുകുന്ദനാണ് ഓപ്പൺ ചെയ്ത് 4 ഓവറിൽ 31-ന് 3 വിക്കറ്റ് ഉണ്ണിമുകുന്ദൻ എടുത്തിട്ടുണ്ട്. മണിക്കൂട്ടൻ 2 ഓവറിൽ 27 റൺസ്, വിക്കറ്റ് ഒന്നും ലഭിച്ചില്ല. ജീൻപോൾ ലാൽ 4 ഓവർ 42-ന് 1 വിക്കറ്റ്. അതേപോലെ വിവേക് ഗോപൻ 4 ഓവർ 34, വിക്കറ്റ് ഒന്നും ലഭിച്ചില്ല. അരുൺ ബിന്നി 4 ഓവറിൽ 31-ന് 3 വിക്കറ്റ്. സമർത്ത് 2 ഓവറിൽ 19, വിക്കറ്റ് ഒന്നും ലഭിച്ചില്ല. ഇതില് 4 ഓവർ 2 നമ്മുടെ ഉണ്ണിമുകുന്ദനും അരുൺ ബിന്നി 4 ഓവർ വീതം ചെയ്തു 31 റൺസ് വീതം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ അവര് 20 ഓവറിൽ 8 വിക്കറ്റ് 191 റൺസാണ് ചെയ്തത്. തുടർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയത് നമ്മുടെ ഓപ്പൺ ചെയ്ത് ഉണ്ണി മുകുന്ദനും അർജുൻ നന്ദകുമാറുമാണ്. 13 ബോളിൽ 13 ബോളിൽ 18 റണ്ണാണ് ഉണ്ണി മുകുന്ദൻ എടുത്തത്. അർജുൻ നന്ദകുമാർ 27 ബോളിൽ 29 റൺസ്. ജീൻപോൾ ലാൽ 18 ബോളിൽ 21 റണ്ണ്. വിവേക് ഗോപൻ 27 ബോളിൽ 38 റണ്ണ്. നമ്മുടെ മദൻ മോഹൻ തകർപ്പൻ കളി കാഴ്ചവെച്ച മദൻ മോഹൻ 30 ബോളിൽ 74 റണ്ണ്, 7 4-ഉം 5 6-ഉം. മണിക്കുട്ടൻ 2 ബോളിൽ ഡെക്ക്. പ്രചോദ് 1 ബോളിൽ 1 റണ്ണ്. ആ 1 ബോളിൽ 1 റണ്ണ് ഭയങ്കരമാണ് കേട്ടോ. അത് കളി കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ നിയമം അങ്ങനെയാണ്. അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സ് 19.3 ഓവറിൽ 194, 5 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എടുത്തു. അങ്ങനെ 5 വിക്കറ്റിന്റെ ആധികാരിക വിജയം, നല്ല തകർപ്പൻ വിജയമാണ് കാഴ്ചവെച്ചത്. പക്ഷെ ഈ കളിയുടെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോയായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ നമ്മുടെ എ കാറ്റഗറിയിൽ പ്ലേയേഴ്സ്, ഇതിനകത്ത് നിയമമുണ്ട്. എ കാറ്റഗറിയിലെ പ്ലേയേഴ്സ് ഒരു എൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ആദ്യത്തെ 6 ഓവറിൽ എ കാറ്റഗറിയിലെ പ്ലേയേഴ്സ് ബാറ്റ് ചെയ്യണം. അത് മാത്രമല്ല ബാറ്റ് ചെയ്യണം. 2 വിക്കറ്റ് വീണതിന് ശേഷം മാത്രമേ ബി കാറ്റഗറിയിലെ പ്ലേയേഴ്സിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് 6 ഓവറിന് ശേഷവും മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറെ നിയമങ്ങൾ നമ്മുടെ ഈ CCL-ലുണ്ട്. അത് മാത്രമല്ല ഒരു എൻഡിൽ എ കാറ്റഗറിയും ഒരു എൻഡിൽ ബി കാറ്റഗറിയും അങ്ങനെ ബാറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിവേക് ഗോപൻ, നമ്മുടെ മദൻ മോഹൻ നല്ലപോലെ ബാറ്റ് ചെയ്തുകൊണ്ട് പോയതിൽ അതിൽ വിവേക് ഗോപൻ ഔട്ടായപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മണിക്കുട്ടന് കയറി വരേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും, മദൻ മോഹൻ ബി കാറ്റഗറി പ്ലെയർ ആണ്, അപ്പം എ കാറ്റഗറി പ്ലെയർ വേണ്ടതുകൊണ്ടാണ് മണിക്കുട്ടൻ വന്നത്. അത് മാത്രമല്ല മണിക്കുട്ടൻ ഔട്ടായപ്പോൾ പ്രചോദ് വരാനും കാരണം എ കാറ്റഗറി പ്ലെയർ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ജയിക്കേണ്ട കളിയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എ കാറ്റഗറി പ്ലെയർ, നമ്മുടെ മസ്റ്റായ എ കാറ്റഗറി പ്ലെയർ ആയിരുന്ന രാജീവ് പിള്ള 8ന്റെ പണി തന്ന് മുംബൈക്ക് വേണ്ടി കളിക്കാൻ പോയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. അല്ലെങ്കിൽ നല്ലൊരു ബാറ്റ്സ്മാനെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. നമുക്ക് അത് പ്രശ്നമില്ലാതെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റിയാനെ. പണ്ട് കാലം ഓൺലൈനിൽ വെച്ച ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാം. നല്ല കളി കാഴ്ചവെച്ചു. അടുത്ത കളിയിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. നമുക്കൊക്കെ നമ്മുടെ സിജു വിൽസനും ആന്റണി പെപ്പയൊക്കെ അടുത്ത കളിയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അടുത്ത 2 കളിയിൽ. അപ്പൊ നമുക്ക് കളി വെയിറ്റ് ചെയ്യാണ്. നല്ല കളി ആവട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.